കണ്ണൂരിൽ കലോത്സവം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെതിരായി വന്നൊരു വിമർശനം, കണ്ണൂരിൽ ഏത് സമയത്തും ഒരു സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തരുതെന്നും പറഞ്ഞവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹർത്താൽ നടന്നല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹർത്താൽ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താണ് ആ അഭിപ്രായത്തോടും ഇന്നലെ നടന്ന സംഭവങ്ങളോടും പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഹർത്താൽ ഒഴിവാക്കേണ്ടതായിരുന്നു. RSSൻ്റെ ഒരു ആളാണ് മരണപ്പെട്ടത്. മരണം ദൗർഭാഗ്യകരമാണ്. ആ സംഭവത്തിൻ്റെ പിന്നിൽ RSSകാർ തന്നെയാണ് എന്ന വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായി സമഗ്രമായ അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ ബോധ്യമാവും. ഒരു സ്വത്ത് തർക്കമാണ്, അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നമല്ലാത്ത കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നടത്തിയ ഹർത്താലാണ് ഇന്നത്തെ ഹർത്താൽ. യുവജനോത്സവ പരിപാടിയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് BJP പത്രപ്രസ്താവന വഴി അറിയിക്കുകയുണ്ടായി. പക്ഷേ ഫലത്തിൽ യുവജനോത്സവത്തെ അലങ്കോലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് കണ്ണൂർ ടൗണിൽ നടന്ന സംഭവവികാസങ്ങൾ തെളിയിക്കുന്നു. പോലീസുമായി സംഘർഷമുണ്ടാക്കി, അതോടൊപ്പം യുവജനോത്സവ നഗരിയുടെ സമീപത്ത് ബോംബെറിഞ്ഞു, അക്രമങ്ങൾ നടത്തി, വിവിധ ഓഫീസുകൾ തകർത്തു. ഇതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലോത്സവമാണ് സ്കൂൾ കലോത്സവം. അത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഹർത്താൽ ഇന്ന് നടന്നെങ്കിലും ഞാനിന്ന് പല വേദികളിലും പോയപ്പോൾ അവിടെയുള്ള ശ്രോതാക്കൾ തന്നെ പറയുന്നത് ഇന്നലത്തേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു എന്നാണ്. കളക്ടർ അടക്കമുള്ളവർ മത്സരാർത്ഥികളുടെ കൂടെ വന്ന രക്ഷിതാക്കൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുന്നതിന് ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ച് ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു. അവിടെ കയറി RSSകാർ പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഹോട്ടലുകളെ, തുറന്ന് പ്രവർത്തിച്ച ഹോട്ടലുകളെ പൂട്ടിപ്പിച്ചു. ഇതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്ന് യുവജനോത്സവ സ്ഥലത്തെത്തിയ ഒരാളെയും ഭക്ഷണം നൽകാതെ യുവജനോത്സവ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഭക്ഷണം നൽകി. ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞത് 23,000 ആൾക്കാണ് ഇന്ന് ഉച്ചഭക്ഷണം നൽകിയത്. 15,000 പേർക്ക് മാത്രമാണ് കപ്പാസിറ്റി. മന്ത്രി തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, ഇന്ന് കൂടുതൽ ഭക്ഷണം പാചകം ചെയ്യണം. ഭക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന മോഹനൻ ദീർഘകാലമായി കലോത്സവം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഭക്ഷണം ഒരുക്കി പാരമ്പര്യമുള്ള മോഹനൻ കൂടുതൽ പേർക്ക് ഭക്ഷണം കരുതിയതുകൊണ്ട് ഈ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നവർക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഭക്ഷണം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് കണ്ണൂരിൻ്റെ സംഘാടനത്തിൻ്റെ മികവാണ്. അതുകൊണ്ട് ഹർത്താൽ ഈ യുവജനോത്സവ നഗരിക്ക് വെളിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും യുവജനോത്സവ നഗരിയിൽ ഒരു പ്രയാസവുമില്ലാതെ ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസമേ എല്ലാവരും പറയുന്നുള്ളൂ, അപ്പീലുകൾ വഴി എൻട്രി കൂടുന്നതുകൊണ്ട് സമയത്തിന് പരിപാടികൾ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അത് തീർച്ചയായും പരിഹരിക്കണം. എന്ന അപ്പീലിൽ ഇവിടെ വന്നവർ 1ാം സമ്മാനത്തിലും A ഗ്രേഡിലൊക്കെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വിധി എഴുതുന്നവർ അത് പൂർണ്ണമായി ശരിയായ വിധത്തിലല്ലെന്നുള്ള ആക്ഷേപമാണ് അപ്പീലുകൾക്ക് അടിസ്ഥാനം. അപ്പീലുകൾ കൂടുന്നത് യുവജനോത്സവത്തെ യഥാർത്ഥത്തിൽ സമയത്തിന് തീർക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. മത്സരം കാണാൻ വരുന്ന ജനങ്ങൾക്കും പുലർച്ചെ വരെ മത്സരം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇരിക്കാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ കലോത്സവം ജനങ്ങളുടെ ഉത്സവമായി മാറി എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. കലോത്സവം എന്ന് കേൾക്കുമ്പോൾ എന്താണ് വ്യക്തിപരമായ ഒരു അനുഭവം? വ്യക്തിപരമായി എനിക്കൊന്നും ഈ കലോത്സവ വേദിയോട് മമതയാണ്. 2 സംഗതിയാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായിരിക്കെ, അന്ന് കോഴിക്കോട് സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. ഒരു തവണ സോണൽ കലോത്സവവും മറ്റൊരു തവണ ഇൻ്റർ സോണൽ കലോത്സവത്തിൻ്റെയും മുഖ്യ സംഘാടകനായിരുന്നു.
ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ നിലവാരത്തിലോ സംസ്ഥാന നിലവാരത്തിലോ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രസംഗം ഉൾപ്പെടെയുള്ള ചില മത്സര പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് കലോത്സവം എന്നത് ഒരു ഉത്സവമായിട്ട് തന്നെയാണ് കുഞ്ഞുനാളിൽ മുതൽ എൻ്റെയൊക്കെ മനസ്സിൽ ഇതിനോടുള്ള താല്പര്യം വർദ്ധിച്ചു വന്നത്. ഇപ്പം ആസ്വദിക്കുക, പരിപാടികൾ കാണുക, സംഘാടനമൊക്കെ മനസ്സിലാക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഏതെങ്കിലും തരത്തിൽ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഈ മത്സരാർത്ഥികളെ നമുക്ക് അവരുടെ കഴിവും അവരുടെ പ്രതിഭയും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ അതേറ്റവും നല്ലൊരു കാര്യമാണ്. മത്സരമെന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ അവരുടെ കഴിവുകളെ, അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതൊന്നും സമൂഹം വിലമതിക്കുകയും ചെയ്യും. മത്സരം എന്ന് പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അപ്പുറമുള്ള മത്സരമായി പോയാൽ തീർച്ചയായും നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരമാകുന്നു, അവരെ പഠിപ്പിക്കുന്നവർ തമ്മിലുള്ള മത്സരമാവുന്നു. അപ്പോൾ ഇങ്ങനെയൊരു മത്സരത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അപ്പുറമുള്ള മത്സരമായി മാറുന്നതുകൊണ്ട് പലപ്പോഴും ശോഭ കെടുന്നുണ്ട്. എന്നാൽ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം കലയെ എന്നും ഇഷ്ടപ്പെടുന്നവർക്ക് കലയെന്ന് പറയുന്ന മാധ്യമം ജനങ്ങൾ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ കലോത്സവ വേദി ഒരു ഉത്സവം തന്നെയാണ്. ഏത് മത്സരമാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രേക്ഷകൻ? തീർച്ചയായും ഈ കേരള നടനം ഈ അടുത്ത കാലത്താണ് ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അത് വളരെ ആകർഷകമാണ്. അത് കാണാനുള്ള താല്പര്യം വരാറുണ്ട്. അതോടൊപ്പം മോണോ ആക്ട്, പിന്നെ പ്രസംഗം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ഹരമാണ്. അതുകൊണ്ട് യുവപ്രതിഭകൾ നടത്തുന്ന പ്രസംഗം അതൊരു കലയായിട്ട് അത് പലപ്പോഴും കാണാനും ആസ്വദിക്കാനും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈണം, അതിൻ്റെ സ്വരം, അതൊക്കെ താല്പര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഞാൻ ഇന്നാണ് വന്നത് ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ വന്നു നോക്കുമ്പോൾ ഭരതനാട്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് കുറിച്ച് കണ്ടു. അതിലപ്പുറം ഭക്ഷണശാലയിൽ പോയി അവിടെയുള്ള സംഘാടനമൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഒരുക്കിയ വിവിധ മാധ്യമങ്ങളുടെ സ്റ്റാളുകൾ അത് കണ്ടു. ഏതായാലും കലോത്സവം കണ്ണൂരിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ പല പ്രചരണങ്ങളിലൂടെയും ഉണ്ടായിട്ടുള്ള തെറ്റായ ധാരണകൾ തിരുത്താൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ഭീകരന്മാരുടെ ജില്ലയല്ല, കലയെയും ആസ്വാദന ക്ഷമതയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് തന്നെയാണ്, സൗഹൃദമുള്ള ഒരു നാട് തന്നെയാണ്. അതുകൊണ്ട് കലാരംഗത്ത് പ്രതിഭകൾ മാറ്റുരക്കുന്ന ഇവിടെ കണ്ണൂരിന് അതെന്നുമെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ഉത്സവമായി ഈ 57ാമത് സ്കൂൾ കലോത്സവം മാറിയെന്നതിൽ സന്തോഷമുണ്ട്.